നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. ശരീരത്തിൽ മുറിവുകളോ മറ്റ് പരിക്കുകളോ ഇല്ല. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ഒപ്പം ചേരുന്നു. രശ്മി, സമാധി രൂപത്തിൽ തന്നെയാണ് മൃതദേഹം കല്ലറ പൊളിച്ചപ്പോൾ കണ്ടെത്തിയത്. അത് സമാധിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കഴുത്തറ്റം വരെ സുഗന്ധദ്രവ്യങ്ങൾ, പൂജാദ്രവ്യങ്ങൾ ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ പരിശോധനയിലും പോസ്റ്റ്മോർട്ടം പ്രാഥമിക പരിശോധനയിലും സ്വാഭാവിക മരണം എന്ന് പറയുന്നുണ്ട്. ഉറപ്പിക്കാമോ? കൃഷ്ണരാജ്, ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ്: ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവിക ഒരു മരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലഭിച്ച റിപ്പോർട്ടിലെ സൂചന. അതും നമുക്ക് വ്യക്തതയില്ല. കാരണം അത് പൂർണ്ണമായ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും രാവിലെ 11 മണിയോടുകൂടിയാണ് ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. അതിന്റെ ആ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടിയേറ്റതിന്റെയോ അല്ലെങ്കിൽ ശരീരത്ത് പാടുള്ളതിന്റെയോ ഒന്നും തന്നെ മറ്റു തരത്തിലുള്ള അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇൻക്വസ്റ്റിലും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ആ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ, അതിന്റെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോയിസൺ ശരീരത്തിനകത്തേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഒരു മരണം സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം. അപ്പോൾ അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അതിന്റെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലീസിന് ഈ ഒരു ഫോറൻസിക് സർജന്മാർ കൈമാറിയാൽ മാത്രമേ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇതാണ്. ഏതായാലും ഞാനിപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിൽ തുടരുകയാണ്. എല്ലാ നടപടികളും പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദനടക്കം മെഡിക്കൽ കോളേജിന് മുന്നിൽ തുടരുന്നുണ്ട്. അവർ മൃതദേഹം ഏറ്റുവാങ്ങും എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിൽ ഒരു വിവാദമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. അവരവരുടെ വിശ്വാസപ്രകാരം ആണ് ഇത്തരത്തിൽ ഈ ഒരു ഗോപൻ സ്വാമിയെ സമാധിയിൽ ഇരുത്തിയത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ചിലർക്ക് സംസ്കരിക്കുന്നതാവും, ചിലർക്ക് മറ്റു രീതിയിൽ അത് അടക്കം ചെയ്യുന്നതാകും. അത്തരത്തിൽ ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഗോപൻ സ്വാമിയുടെ ഒരു ചിലർക്ക് മരിക്കുന്ന സമയത്ത് അവർ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അവർക്ക് സമാധിയായാൽ മതി, അല്ലെങ്കിൽ ഇത്തരത്തിൽ തീ കൊളുത്തി സംസ്കരിക്കണം. അത്തരത്തിൽ ഓരോരുത്തരും അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അത്തരത്തിലാണ് ഗോപൻ സ്വാമിയും തനിക്ക് സമാധിയായാൽ മതി എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചൊരു കാര്യം ചെയ്തു. അതിൽ വലിയ രീതിയിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നതോടുകൂടിയാണ് കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു കോടതിയുടെ ആദ്യത്തെ ചോദ്യം. അതിന് പിന്നാലെയാണ് ആർഡിഒയുടെ നേതൃത്വത്തിൽ എത്തുകയും ഇന്ന് രാവിലെ ഒരു ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്തതിന് ഇൻക്വസ്റ്റ് പരിശോധന നടത്തിയപ്പോൾ തന്നെ അസ്വാഭാവികമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്ന 11 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. എല്ലാവരും ഈ ഒരു മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. കാരണം 11 മണിക്ക് ആരംഭിച്ച പോസ്റ്റ്മോർട്ടമാണ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ അകത്ത് ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ മകൻ സനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഏത് തരത്തിലായിരിക്കും ഈ ഒരു സംസ്കാര ചടങ്ങുകൾ, അവർ അത് സംസ്കരിക്കുകയാണോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഒരു പക്ഷേ കുടുംബമായിരിക്കും തീരുമാനിക്കുക. നമുക്കത് അതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഒരു കുടുംബത്തിന്റെ ഒരു പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ മോർച്ചറിക്ക് മുന്നിൽ സനന്ദൻ അടക്കമുള്ള ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് ഗോപൻ സ്വാമിയുടേത്. നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പലരും ഈ ദുരൂഹത ആരോപിച്ച് എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്നുള്ളൊരു സംശയമായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയോ അല്ലെങ്കിൽ മർദ്ദനം ഏറ്റതിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെയോ ഒന്നും തന്നെ ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻക്വസ്റ്റിലും അത് വ്യക്തമായിരുന്നു. അതിനുശേഷം പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ് ആ ഒരു സൂചന. ഇനി നമുക്കത്
അതിൽ കൂടുതൽ ഒരു സൂചന എന്ന് മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ പറയാൻ കഴിയുള്ളൂ. കാരണം ഈ ഫോറൻസിക് സർജന്മാർ വിശദമായിട്ടൊരു റിപ്പോർട്ട് പോലീസിന് കൈമാറണം. അപ്പോൾ അതിൽ മാത്രമേ ഈ മരണപ്പെട്ട സമയം എന്ത് കാരണത്താലാണ് മരണപ്പെട്ടത് എന്നതടക്കമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ ഈ പോയിസൺ കണ്ടന്റ് ഒക്കെ ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അതിന്റെ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ കാത്തു നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ്. പ്രാഥമിക പരിശോധനയിൽ നിന്ന് വരുന്ന സൂചനകളാണ്. പക്ഷേ വിശ്വാസം ഒരു വശത്തുണ്ട്, മറുവശത്ത് നിയമപരമായ ചിലതുമുണ്ടല്ലോ. ഒരുപക്ഷെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ പോയതാണ് ഈ കുടുംബത്തിന് ഒരു തിരിച്ചടിയായത് എന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ കോടതിയെ സമീപിച്ച കഴിഞ്ഞ ദിവസം കോടതിയെ കുടുംബം സമീപിച്ചിരുന്നു. ആ സമയത്ത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതാണ്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു അസ്വാഭാവികത ആയി കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരൂഹത നീക്കുന്നതിന്റെ ഭാഗമായിട്ട് കല്ലറ തുറന്ന് പരിശോധന നടത്തണം. അതിന് RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം. RDO ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടി അത് അത്തരത്തിൽ ആ അസ്വാഭാവികത നീക്കണം എന്നുള്ള ഒരു അഭിപ്രായം വന്നതിന്റെ പിന്നാലെയാണ്, അത്തരത്തിലുള്ള നിർദ്ദേശം വന്നതിന്റെ പിന്നാലെയാണ് രാവിലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, പ്രാഥമിക പരിശോധന അങ്ങ് ഇത്തരം സന്ദർഭങ്ങൾ പലവട്ടം സമാനമായത് എന്നേ പറയുന്നുള്ളൂ, നേരിട്ടിട്ടുണ്ടാകാം. ഇതൊരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ പരിശോധന നിഗമനങ്ങളാണ് പുറത്തു വരുന്നത് അല്ലേ? ശരി, അദ്ദേഹത്തിലേക്ക് വരാം. രശ്മി, തുടർന്നോളൂ. കൃഷ്ണരാജ്, നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ തന്നെ തുടരുകയാണ്. ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. പോലീസുകാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരും. ആ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. അതിനുശേഷം വീട്ടിൽ എത്തി ഇനി തുടർന്നുള്ള കാര്യങ്ങൾ കുടുംബം തീരുമാനിക്കുമെന്ന് പ്രധാനമായും പറയേണ്ട കാര്യം. ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അതായത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ ഭാഗമായി പുറത്തു വരുന്നത് സ്വാഭാവിക മരണമാണ്, ദുരൂഹതകളൊന്നുമില്ല, ശരീരത്തിൽ പരുക്കില്ല, മുറിവില്ല എന്താണ് പ്രതികരണം? അല്ല, ഇത് തന്നെ ഞാൻ നേരത്തെ സംശയിച്ച് പലരും അത് വലിയ വിവാദമാക്കി. കാരണം സമാധിയെ പറ്റി കേരളത്തിലുള്ളവർക്ക് അറിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടത്തിലെ മുമ്പിലൊക്കെയാണ് സമാധി. ഇപ്പൊ അത് പറഞ്ഞപ്പം വളരെ ഇന്ത്യയുടെ സാംസ്കാരികമായ ഒരു ഹിന്ദുയിസത്തിലുള്ളതാണ്. മരണാസന്നായ സ്വാമിമാരൊക്കെ അവർ സമാധിയിലേക്ക് പോകും. അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല. കാരണം ഈ സ്വാമി നേരത്തെ ചില കേസിലൊക്കെ പ്രതിയാണെങ്കിലും കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു സിദ്ധനാണ്, അതിലെ സ്വാമിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഹിന്ദുയിസത്തിൽ വിശ്വസിച്ച് അദ്ദേഹം മരണാസന്നനായപ്പം സമാധിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് പത്മാസനത്തിലാണ്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ അത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്, BC-യിലുള്ള സംസ്കാരമാണ്. അതുകൊണ്ട് അത് ഇതുവരെ കേട്ടിടത്തോളം പരിക്കൊന്നുമില്ല. അത് കല്ലറ പൊളിച്ചപ്പം തന്നെ അദ്ദേഹം സമാധിയിൽ ആയിരിക്കുന്നത് പത്മാസനത്തിലാണ്. അപ്പൊ അത് മരണത്തിൽ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു പലരും മോശമായ രീതിയിൽ പ്രതികരിച്ചതും എനിക്കറിയാം. പക്ഷേ ഇന്ത്യയിലെ ഞാൻ അപ്പം എടുത്തു പറഞ്ഞു, ലോകത്തിലെ എത്ര ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും ഇന്ത്യൻ പൈതൃകം അനുസരിച്ച് നമ്മൾ ഹിന്ദുയിസത്തിലും പിന്നീട് വന്ന ജൈനമതം, അതിനുശേഷം വന്ന ബുദ്ധമതം, അതിനുശേഷം വന്ന ഇവിടുത്തെ പഞ്ചാബികളുടെ സിഖ് മതം, ഈ പല യോഗികളും സ്വാമികളും എല്ലാം അവര് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് സമാധി മരിക്കാറാകുമ്പോൾ അറിയാം അവർക്ക്. നമുക്കൊക്കെ അറിയാം, മരണത്തിലോട്ട് അടുക്കുമ്പം എല്ലാ മനുഷ്യനും അറിയാം 1-2 ദിവസത്തിനുള്ളിൽ സർവൈവ് ചെയ്യില്ല എന്ന്. അത് ആ പാരമ്പര്യമാണ് ഇന്ത്യയുടെ. അപ്പൊ അങ്ങനെ സമാധി അറിയും. സമാധി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേജ് കൂടി ഉണ്ട്. അത് ശ്രീബുദ്ധൻ പറഞ്ഞതാണ്, നിർവാണം.
അവസാന ശ്വാസം വിട്ട് കഴിയുമ്പോൾ ആ ആത്മാവ് അന്തരീക്ഷത്തിൽ ലയിക്കുമെന്നാണ് ഇന്ത്യയുടെ സങ്കല്പം. അതനുസരിച്ച് നിർവ്വാണത്തിലേക്ക് പോകുമെന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്കറിയില്ല. അതിന് ശാസ്ത്രീയ വസ്തുവില്ല. വലിയ ഈ ആധുനിക ചിന്തകളിലെ കുടുംബ പാരമ്പര്യം പലർക്കും ഇല്ല. രണ്ടാമത് കുടുംബത്തിലെ വിശ്വസിക്കുന്നില്ല. അപ്പനും അമ്മയും രണ്ട് തട്ടിലെ 2 സ്ഥലങ്ങളിൽ ആ ബന്ധങ്ങളൊന്നും അത്ര മെച്ചമല്ല. അങ്ങനെയുള്ളവരാണ് ചിന്തിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ പിതാവായാലും അമ്മയായാലും ബന്ധുക്കളായാലും അമ്മാവന്മാരായാലും മരണാസന്നനാകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അവർക്കറിയാം മരണം തന്നെ അടുത്ത് എത്തിയിരിക്കുന്നു. അവർ ഭക്ഷണം ഉപേക്ഷിക്കും. പല ഈ സ്വാമിയുടെ ഒരു സ്വാത്വികനാണ്. അതിന് ചുറ്റുള്ളൊരു പറച്ചിലൊക്കെ ഞാൻ കേട്ടു. അപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചതാണ്. അത് പത്മാസനത്തിൽ ഇരിക്കുന്നു എന്ന് കണ്ടപ്പം ഒട്ടും സംശയം എനിക്ക് വന്നില്ല. പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പത്മാസനത്തിലാണ് അദ്ദേഹം അവസാനത്തെ ശ്വാസം വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഇപ്പം നല്ല കാര്യം. അത് ഞാൻ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞു. ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിച്ചും ഈ രീതിയിലൊക്കെ വന്നെങ്കിലും പക്ഷേ സാർ, ഇതൊക്കെ വേണ്ടിയിരുന്നില്ലേ? അതായത് നമുക്ക് മറുവശത്ത് വലിയൊരു നിയമ സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയിലേക്ക് ഇഴകീറി പോകേണ്ടിയിരുന്നത് തന്നെയല്ലേ? അല്ല, അത് ആ വീട്ടുകാർക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. കാരണം പത്മാസനത്തിൽ നിന്ന് ഒരാൾ മരിക്കുമ്പം അതിന് സാക്ഷികൾ വേണം. അല്ലെങ്കിൽ അയൽവക്കംകാരെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ആ നാച്ചുറൽ ഡെത്ത് ആണെന്ന് പറയാം. അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ ഞാൻ മരിക്കും, അവസാന ശ്വാസം എങ്ങനെ വിടും, അതൊക്കെ നമ്മുടെ അതിനകത്തൊന്നും നിയമപരമായിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മതത്തിനകത്തോട്ടൊന്നും ഭരണഘടന അല്ലെങ്കിൽ ജുഡീഷ്യറി ഒന്നും കയറി ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റിയൊരു പറ്റായിപ്പോയി. ആ മരണാസന്നനായ സമയത്ത് 3-4 പേരെ വിളിച്ചു നിർത്തുമായിരുന്നു. എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മരണം അവർ കണ്ടു. അതൊരു തല്ലിക്കൊന്നതോ അത് അടിച്ചു കൊന്നതോ അദ്ദേഹത്തിനെ അവഹേളിച്ച് അല്ലെങ്കിൽ വലിച്ചഴിച്ചു കൊന്നതോ ഒന്നും അല്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു മരണമാണെന്ന് എനിക്ക് തുടക്കം മുതലേ തോന്നി. അതനുസരിച്ചാണ് ഞാൻ പ്രതികരിച്ചുകൊണ്ടിരുന്നത് തന്നെ. എന്തായാലും അത് നല്ല കാര്യം. തീർച്ചയായിട്ടും അവർ 41 ദിവസം കഴിയുമ്പം പുണ്യമായ ആ ഒരു ഏരിയ അതിന് വ്യത്യാസം വരും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തോളാം എന്നൊക്കെ അവർ പറഞ്ഞത്. അത് അവരുടെ മതവിശ്വാസമാണ്. പക്ഷെ ഇവിടെ ഏതായാലും ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് നല്ല കാര്യം വരട്ടെ. അതിന്റെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത് ആ സ്വാമി ഒരു വലിയ ഒരു ആത്മീയ ഗുരുവായ സ്വാമി തന്നെയാണ് എന്ന് പരക്കെ വരുമ്പം ഞാൻ പറഞ്ഞു അവിടെ വ്യത്യാസം വരും. അവിടെ ശിവൻകോവിലുണ്ട്. അവിടുത്തെ ആ നാടിനുമൊക്കെ വളരെ വ്യത്യാസം വന്നു. വളരെയധികം ആൾക്കാർ ആ അമ്പലം പരിസരത്ത് എത്തിച്ചേരും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, ആ കുടുംബം പറഞ്ഞത് സത്യമായിരിക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു സംശയം ഉടലെടുത്ത സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ പര്യവസാനിക്കേണ്ട ഒന്നല്ലേ? ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സംസാരിക്കുക. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതികളുടെ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3-നും 4-നും ഇടയ്ക്ക്. ചേട്ടാ, ഇപ്പോൾ മൃതദേഹം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് നിംസിൽ വെച്ചു. നാളെ നമ്മൾ വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഗണന ഈ ജനസമൂഹം ഒന്നിച്ചേറ്റുവാൻ അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്യുന്നത്. ഡോക്ടർമാരുമായി സംസാരിച്ചാണ് അത് പോലീസ് പറഞ്ഞാണ്? അല്ല, സ്വാഭാവികം എന്നുള്ളത് പോലീസ് ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെ. അതിന്റെ മറ്റു പരിശോധനകളൊക്കെ പക്ഷേ അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം രാസപരിശോധന ഫലം വരാനുണ്ട്. അപ്പൊ അത് ആര് മരിച്ചാലും അതൊക്കെ 2 ആഴ്ച വരുള്ളൂ. പ്രാഥമികമായിട്ട് ഈ മകൻ പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. കുടുംബം എന്താണോ പറഞ്ഞത്? ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതേ ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സംഗീത വിഭാഗക്കാര് അത് ഇല്ലാതാക്കിയാണ്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. അദ്ദേഹം ഒരു സാധുവായിരുന്നു. ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അല്ലെ, ഞാൻ പറഞ്ഞു തരട്ടെ. അതിനെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിവാദമാക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രം ഇതിന് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അനന്തരം പറയൂ. ഈ മഹാസമാധിയിലേക്ക് ഉത്തരവാദികളായിട്ട് ഹേതുവാക്കിയിട്ടുള്ള ആൾക്കാർ അവർ മാപ്പ് പറയണമെന്ന് പറയും. എന്താണ്
എൻ്റെ അച്ഛൻ സമാധിയായി. എൻ്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് നിയമപരമായി നടപടികളെടുക്കണം. നിയമപരമായി നടപടികളെടുത്തേ പറ്റൂ. മഹാസമാധിയാണ്. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ 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 അതെ. സനന്ദനം കുടുംബവും പറഞ്ഞ് ഇതിനി നമുക്ക് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായി വിഷ്ണുപുരം ചന്ദ്രശേഖര സാറും സുരേന്ദ്ര സാറും നമ്മുടെ അടൂർ സാറ് രഞ്ജിത്ത് അവരുമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ ഗ്രേഡ് സാറ് ഇവരെല്ലാവരും കൂടെയാണ്. പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. സനന്ദൻ പറഞ്ഞത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും, അതിൽ 1% പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായി. ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക, സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് വരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാം. സമാധി സർട്ടിഫിക്കറ്റ് എവിടെ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സമാധി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട്. അത് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാർ, അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു. തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ്, സത്യമാണ് എന്ന് തെളിയുകയാണ്.